നമുക്കുള്ളത് ലാസ്റ്റ് സെക്ഷനാണ് ഡെറിവേറ്റീവ്സ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ്സ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ. ഇപ്പം കോംപ്ലക്സ് അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഫിസർ അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും, അതും അനലിറ്റിക് ആയിരിക്കും. അപ്പം ആദ്യത്തെ തിയറമാണ് തിയറം. Derivatives of an analytic function. Derivatives of an analytic function. അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറമാണ്. If f z is analytic in a domain D, if f z is analytic in a domain D, then it has derivatives. Then it has derivatives of all orders in D, of all orders in D, which are then also analytic function in D. If f z is analytic in a domain D, then it has derivatives of all orders in D, which are then also analytic function in D. അതാണ് ഫസ്റ്റ്. അപ്പോൾ അത് പറയുന്നത് എന്താണ്? എഫ് ഇസ് അനലിറ്റിക് എന്ന ഡൊമെയിൻ ആണ് എങ്കിൽ അതിന് ആ അനലിറ്റിക് ഫംഗ്ഷൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും, എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും, അത് അനലിറ്റിക്കും ആയിരിക്കും. ആ ഡൊമെയിനിൽ മൊത്തം അത് അനലിറ്റിക്കും ആയിരിക്കും. എഫ് ഇസ് അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുകയും അനലിറ്റിക്കും ആയിരിക്കും. The values of these derivatives at a point z0, the values of these derivatives at a point z0 in D are given by the formulas f dash of z0 is equal to, first derivative in the formula, 1/2 pi I integral over c f z divided by z minus z0 raised to 2 dz. നമ്മൾ എഫ് ഓഫ് z0 എന്ന് പറയുന്നത് 1/2 pi I integral over c f z by z minus z0 ആയിരുന്നു. ഇത് എഫ് ഡാഷ് വന്നപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് വന്നു. ആ എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് ഇവിടെ ആക്ച്വലി വരുന്നത്. അപ്പം എഫ് ഇസഡ് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ആണ് എങ്കിൽ അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും, അതും അനലിറ്റിക് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ഫോർമുല എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട്, ദ വാല്യൂസ് ഓഫ് ദിസ് അറ്റ് എ പോയിന്റ് ഇസഡ് നോട്ട് ഇൻ ഡി, ഇസഡ് നോട്ട് ആ ഡൊമൈനിലെ ഒരു പോയിന്റ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് 1/2 pi I integral over c f z by z minus z naught square dz. f2 dash ആണെങ്കിൽ എന്തായിരിക്കും? f2 dash of z0 is equal to 2 factorial divided by 2 pi I integral over c f z divided by z minus z0 raised to 3 dz. അങ്ങനെ ജനറലി നമുക്ക് എന്ത് പറയാം? അങ്ങനെയാണെങ്കിൽ എഫ് എൻ ഓഫ് ഇസഡ് എങ്ങനെയായിരിക്കും? ഇസഡ് നോട്ട് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആകുമ്പോൾ സ്ക്വയർ വന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ 2 ഫാക്ടോറിയലും ക്യൂബും വന്നു. അപ്പം എന്ത് ഡെറിവേറ്റീവ് ആകുമ്പോൾ എന്ത് വരുമായിരിക്കും? എൻ ഫാക്ടോറിയൽ വരും. എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു എന്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 pi I ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു, ഇവിടെ 2 ആയിരുന്നപ്പോൾ ഇവിടെ 3 വന്നു, അപ്പോൾ അവിടെ എന്ത് വരും? n+1 dz. അപ്പം എഫ് എൻ ഓഫ് ഇസഡ് ഇത് ജനറൽ ഫോർമുല. അപ്പോൾ ഈ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് കിട്ടും. ഇവിടെ 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും, 2 കൊടുക്കുമ്പോൾ ഇത് കിട്ടും. ജനറലി അപ്പോൾ എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 pi I integral over c f z by z minus z0 raised to n+1 dz, where c is any simple closed path where
C is any simple closed path in D that encloses Z0 and whose full interior belongs to D. And we integrate counterclockwise around C. And we integrate counterclockwise around C. അപ്പം ഈ ഒരു തിയറം നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ ഒരു എക്സ്റ്റൻഷനാണ്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് വേർ ഇസഡ് നോട്ട് ഇസ് എ പോയിൻറ്റ് ഇൻസൈഡ് ദ കോണ്ടൂർ സി ആൻഡ് എഫ് ഇസഡ് അനലിറ്റിക് ഇൻ ഡി ആണ് എങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ടിൻ്റെ വാല്യൂ 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ടിൻ്റെ വാല്യൂ 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് സ്ക്വയർ. അപ്പം നമ്മൾ ഇത് വരുന്നത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. പ്രോബ്ലത്തിലൊക്കെ ഈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു ഒരു പവർ ഫോമിലാണ് വരുന്നതെങ്കിൽ ആ പവർ ഒന്ന് കുറച്ചിട്ടുള്ള ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 2 വരുമ്പോൾ അത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, 3 വരുമ്പോൾ അത് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, evaluate integral over C cos Z divided by Z minus pi I the whole square, where C is any contour enclosing the point pi I counterclockwise. Integral over C cos Z divided by Z minus pi I the whole square, where C is any contour enclosing the point pi. അപ്പോൾ Z മൈനസ് Z നോട്ടിനകത്ത് Z നോട്ടിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു കർവാണ്, ഒരു ക്ലോസ്ഡ് കോണ്ടൂറാണ് C എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിച്ച തിയറം അനുസരിച്ച്, ഡെറിവേറ്റീവ്സിൻ്റെ തിയറം അനുസരിച്ച് നമുക്ക് എന്താ പറയാം? എഫ് ഡാഷ് ഓഫ് Z നോട്ട് ഈസ് ഈക്വൽ ടു 1/2πi integral over C fz by Z minus Z naught square if fz is analytic. ഇവിടെ cos Z എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. Therefore integral over C cos Z divided by Z minus pi I the whole square is equal to 2πi into f dash of pi I എന്ന് വരും. ഇനി ഇവിടെ എഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് ഇസഡ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് സൈൻ ഇസഡ് അല്ലേ വരുന്നത്? മൈനസ് സൈൻ ഇസഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2πi മൈനസ് സൈൻ പൈ ഐ എന്ന് വരും. കാരണം മൈനസ് സൈൻ ഇസഡ് ആണ്, ഇസഡ് പൈ ഐ ആണ്. അപ്പോൾ അത് നമുക്ക് 2πi മൈനസ് 2πi സൈൻ പൈ ഐ എന്ന് പറഞ്ഞു. ഇനി ഐ സൈൻ പൈ ഐയെ നമുക്ക് സൈൻ എച്ച് പൈ എന്ന് എടുക്കാമല്ലോ. ഇത്ര ഐ സൈൻ പൈ ഐയെ നമുക്ക് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. മൈനസ് 2πi ഇൻറ്റു ഇത് സൈൻ പൈ ഐ അല്ല, ഐ സൈൻ പൈ ഐ അല്ല, സൈൻ പൈ ഐ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് പൈ അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്നത് സൈൻ ഐ വൈ ഇസ് ഈക്വൽ ടു ഐ സൈൻ എച്ച് വൈ എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ സൈൻ പൈ ഐ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് പൈ എന്ന് വരും അല്ലേ? സൈൻ ഐ വൈ എന്നുള്ളത് ഐ സൈൻ എച്ച് വൈ. അപ്പോൾ സൈൻ പൈ ഐ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് പൈ ആണ്. അപ്പോൾ ഈ ഐയും ഐയും കൂടെ മൈനസ് 2πi സ്ക്വയർ സൈൻ എച്ച് പൈ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ മൈനസ് 1, മൈനസും കൂടെ പ്ലസ് വരും, 2π സൈൻ എച്ച് പൈ എന്ന് വരും. അപ്പം ഓർക്കേണ്ടത് ഇവിടെ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും വരുവാണ്, ഹോൾ സ്ക്വയർ ഫോം, ഹോൾ ക്യൂബ് ഫോം. ക്യൂബ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, 4 ആണെങ്കിൽ അത് തേർഡ് ഡെറിവേറ്റീവ്. അങ്ങനെ നോക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
evaluate integral over c z raised to 4 minus 3z square plus 6 divided by z plus I whole cube dz, where C is any contour enclosing the point, where C is any contour enclosing the point മൈനസ് ഐ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്യൂബ് ഫോമിൽ വരുന്നത് കൊണ്ട് നമുക്കറിയാം എഫ് സ്ക്വയർ ഓഫ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു 3 ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഓൾ റേസ് ടു 3 ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ആണ് പറയാം. ഹിയർ എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് റേസ് ടു 4 മൈനസ് 3z സ്ക്വയർ പ്ലസ് 6. അതൊരു അനലിറ്റിക് ഫംഗ്ഷൻ അല്ലേ? ഈസ് അനലിറ്റിക്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4z³ മൈനസ് 6z എന്ന് വരും. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4z³ മൈനസ് 6z എന്ന് വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 12z² മൈനസ് 6 എന്ന് വരും. 12z², എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 12z² മൈനസ് 6 ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷും കിട്ടി, എഫ് ഡബിൾ ഡാഷും കിട്ടി. ദെർഫോർ ഇവിടെ ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് ഐ ആണ് ഇത് വന്നേക്കുന്നത്. ഇപ്പോൾ ഇസഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് മൈനസ് ഐ ആണ്. അപ്പം നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് റേസ് ടു 4 മൈനസ് 3z² പ്ലസ് 6 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് ഐ ഓൾ റേസ് ടു 3 ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2πi എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ എന്ന് പറയുന്ന 12 ഇൻറ്റു മൈനസ് I² മൈനസ് 6 എന്ന് വരും. മൈനസ് I² എന്ന് പറയുന്നത് I² തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു 12I² മൈനസ് 6 എന്ന് വരും. I² മൈനസ് 1, അപ്പം മൈനസ് 12 മൈനസ് 6, അപ്പോൾ അത് മൈനസ് 18 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു മൈനസ് 12 മൈനസ് 6 ആണ്. അപ്പോൾ മൈനസ് 18. അപ്പോൾ അത് ഒരു മിനിറ്റ്, ഞാൻ ഫോർമുല പറയുമ്പോൾ മാറിപ്പോയി. ഡബിൾ ഡാഷ് ആകുമ്പം 2 ഫാക്ടോറിയലും കൂടെ ഉണ്ട്. ഞാനത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പം ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ വരുവേ, ബൈ 2 ഫാക്ടോറിയൽ വരും. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ക്യൂബ്. അപ്പോൾ അതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2πi എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 2 ഫാക്ടോറിയൽ വരും. അപ്പോൾ ഇത് ബൈ 2 ഉണ്ട്. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്താൽ മതി. ഈ 2 കൂടെ പോകുമ്പോൾ πi ഇൻറ്റു മൈനസ് 18 വരും. അപ്പം മൈനസ് 18πi. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണേ. തേർഡ് ക്യൂബ് വരുമ്പം അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ ഫോർമുല 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു 3 എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഈ 2πi എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ വരും. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. evaluate integral over c e raised to z divided by z minus square into z² plus 4 dz, where
is any contour for which one lies inside and plus or minus 2i lie outside. Taken counterclockwise. അപ്പോൾ ഇവിടെ ഇ റേസ് ടു ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1 സ്ക്വയർ ഇസഡ് സ്ക്വയർ പ്ലസ് 4. ഇതിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ വരുന്ന പോയിന്റുകൾ ഇസഡ് ഈക്വൽ ടു 1ഉം ഇനി ഇസഡ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്നത് ഇസഡ് പ്ലസ് 2i ഇസഡ് മൈനസ് 2i. അപ്പം പ്ലസ് ഓർ മൈനസ് 2iലും 1ലുമാണ് ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ വരുന്നത്. അതിൽ പ്ലസ് ഓർ മൈനസ് 2i എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്താണ് വരുന്നത്. സിൻസ് z equal to plus or minus 2i lies outside C, e raised to z by z square plus 4 is analytic in C എന്ന് നമുക്ക് പറയാലോ. is analytic in C. അപ്പോൾ നമുക്ക് let fz equal to e raised to z by z square plus 4. കാരണം ഇവിടെ രണ്ട് ഫാക്ടറായിട്ടാണ് കിടക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഒരു പോയിന്റ് നമുക്ക് അകത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ z സ്ക്വയർ പ്ലസ് 4 വരുന്നത് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i അത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അത് രണ്ടും സർക്കിളിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കോണ്ടൂറിൻ്റെ പുറത്തായതുകൊണ്ട് നമുക്ക് ആ z സ്ക്വയർ 1/z സ്ക്വയർ പ്ലസ് 4ഉം അനലിറ്റിക്. അപ്പോൾ നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇത്രയും പോർഷൻ വേണം എടുക്കാൻ. ഇ റേസ് ടു z ഡിവൈഡ് ബൈ z സ്ക്വയർ പ്ലസ് 4 എടുക്കണം. അപ്പം ഇനി ബിച്ചുള്ളത് എന്താ? എഫ് ഡാഷ് ഓഫ് z ഇസ് ഈക്വൽ ടു, ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. z സ്ക്വയർ പ്ലസ് 4 ഇ റേസ് ടു z മൈനസ് ഇ റേസ് ടു z ഇൻറ്റു 2z ആണ് z സ്ക്വയർ പ്ലസ് 4ൻ്റെ വരുന്നത് ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ വരും. നൗ എഫ് ഡബിൾ ഡാഷ് ഓഫ് z നോട്ട് ഈസ് ഈക്വൽ ടു, ഡബിൾ ഡാഷ് വേണ്ട എഫ് ഡാഷ് മതി കാരണം പവർ 2 അല്ലേ. എഫ് ഡാഷ് ഓഫ് z നോട്ട് ഈസ് ഈക്വൽ ടു 1/2πi ഇൻ്റഗ്രൽ ഓവർ c 1/2 എഫ് ഡാഷ് ഓഫ് z ഈക്വൽ ടു 1 fz ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് സ്ക്വയർ dz ആണ്. അപ്പം നമ്മൾക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? നമ്മൾ z ഈ മൈനസ് 1ൻ്റെ ആണ് നമ്മൾ ചെയ്യുമ്പോൾ z മൈനസ് 1. അപ്പം നമ്മൾ z നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. therefore ഇതിൽ നിന്ന് നമുക്ക് 2πi എഫ് ഡാഷ് ഓഫ് z നോട്ട് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ c fz ബൈ z മൈനസ് z നോട്ട് സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ ഓവർ c ഇ റേസ് ടു z ബൈ z മൈനസ് 1 സ്ക്വയർ z സ്ക്വയർ പ്ലസ് 4 dz ആണ്. ഇതിനെ നമ്മൾ fzൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഇത് fz ഡിവൈഡഡ് ബൈ z മൈനസ് 1 സ്ക്വയർ ആയിട്ട് മാറിയല്ലേ. കാരണം ഇ റേസ് ടു z സ്ക്വയർ ബൈ z സ്ക്വയർ പ്ലസ് 4നെ fz എന്ന് വിളിച്ചു. അപ്പോൾ ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ ഫോർമുല അനുസരിച്ച് fz ബൈ z മൈനസ് z നോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2πi എഫ് ഡാഷ് ഓഫ് z നോട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2πi എഫ് ഡാഷ് ഓഫ് 1 എന്ന് വരും ഈക്വൽ ടു 2πi എഫ് ഡാഷ് ഓഫ് 1 കാണാൻ വേണ്ടി ഇവിടെ ഇസഡിന് 1 കൊടുക്കണം. അപ്പോൾ 1 പ്ലസ് 4 ഇ മൈനസ് ഇ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4 സ്ക്വയർ എന്ന് വരും ഈക്വൽ ടു 2πi 5e ആണ് ഇവിടെ വരുന്നത്. ഇവിടെ 2e വരും ഡിവൈഡഡ് ബൈ 25. അപ്പം 3e, അപ്പോൾ 2πi ഇൻറ്റു 3e എന്ന് പറയുമ്പോൾ 6πi ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഫാക്ടർ ഉള്ളപ്പം നമുക്ക് അനലിറ്റിക് അല്ലാതെ വരുന്ന പോയിന്റിനെ വേണം നമ്മൾ z നോട്ട് ഫോമിൽ എടുക്കാം. ബാക്കിയുള്ളത് fzൻ്റെ ഫോമിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇ റേസ് ടു z സ്ക്വയർ പ്ലസ് ബൈ z സ്ക്വയർ പ്ലസ് 4നെ നമ്മൾ fz ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 4th ക്വസ്റ്റ്യൻ,
evaluate integral over c z plus 1 by z square dz, where c is any path enclosing the origin. അപ്പോൾ നമുക്കിതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ ഡി ഇസഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഡി ഇസഡ്. അതിൽ ഇസഡ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ തിയറം അനുസരിച്ച് ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് സ്ക്വയർ ഡി ഇസഡ് ആണ്. ഇതാണ് നമ്മുടെ ഫോർമുല വന്നിരിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഇതാണ്. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് സ്ക്വയർ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2 പൈ ഐ എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ എന്താണ്? ഇവിടെ ഇസഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 0 സ്ക്വയർ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2 പൈ ഐ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 ഇവിടെ എഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് പ്ലസ് 1 ആണ്. അപ്പം എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 പൈ ഐ ഇൻറ്റു അവിടെ ഏത് വാല്യൂ എടുത്താലും 0 എടുത്താലും എന്തായാലും എഫ് ഡാഷ് എപ്പോഴും 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് 1 ആയിരിക്കും. അപ്പോൾ ആൻസർ 2 പൈ ഐ എന്ന് കിട്ടും. 2 പൈ ഇൻറ്റു 1 ആണ്. അപ്പോൾ ആൻസർ 2 പൈ എന്ന് കിട്ടും. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഈ ടൈപ്പ് ചെയ്യാം. 5th വൺ. ഇഫ് സി ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ containing the origin, show that 1 by 2 pi I integral over c e raised to a z divided by z raised to n plus 1 dz is equal to a raised to n by n factorial. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഈ ഇൻ്റഗ്രലാണ്. അപ്പോൾ നമുക്ക് ഗിവൺ z equal to 0 lies inside C. Therefore, if we take fz equal to e raised to az, then fz is analytic inside C. Therefore, 1 by 2 pi I integral over C fz by z minus 0 raised to n plus 1 dz is equal to ഇവിടെ n ഫാക്ടോറിയൽ വരും. n ഫാക്ടോറിയൽ ആണെങ്കിലാണ് നമുക്കതിനെ എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഫോർമുല അനുസരിച്ച് എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എന്ത് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n പ്ലസ് 1 ആണ്. ഈ എൻ ഫാക്ടോറിയൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 1 ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്തായിട്ടാണ് എടുത്തേക്കുന്നത്? ഇ റേസ് ടു എ ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് റേസ് ടു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 by n factorial into f nth derivative of z naught ആണ് വരുന്നത്. Here f z എന്ന് പറയുന്ന e raised to a z. അപ്പോൾ f dash of z എന്ന് പറയുന്നത് a e raised to a z. f double dash of z എന്ന് പറയുന്ന a square e raised to a z വരിക. കാരണം ഓരോ പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഓരോ a വരും. അപ്പം ജനറലി എഫ് എൻ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ റേസ് ടു എൻ ഇ റേസ് ടു എ ഇസഡ് ആയിരിക്കുകയല്ലേ. ഫസ്റ്റ് ആദ്യം എടുക്കുമ്പം എ ഇൻറ്റു ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു എ ഇസഡ് ഒന്നും കൂടെ എടുക്കുമ്പോൾ എ ഇൻറ്റു എ ഇ റേസ് ടു അപ്പോൾ എ സ്ക്വയർ വരും. അപ്പം ജനറലി എഫ് എൻ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഇ റേസ് ടു എ ഇസഡ് ആയിരിക്കും. Therefore 1 by 2 pi I
integral over c e raised to az z raised to n plus 1 is equal to 1 by n factorial fn of z naught ആണ്. fn of z naught എന്ന് പറയുന്ന a raised to n e raised to z naught എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് e raised to a into 0 എന്ന് വരും. അപ്പം എഫ് എൻ ഓഫ് ഇസഡ് എ റേസ് ടു എൻ ഇ റേസ് ടു എ ഇസഡ്. അപ്പോൾ എഫ് എൻ ഓഫ് 0 എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഇ റേസ് ടു 0. സോ ദിസ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? എന്ത് ഡെറിവേറ്റീവിൻ്റെ ഫോമുലയാണ് യൂസ് ചെയ്തത്? കാരണം ഇസഡ് റേസ് ടു എൻ പ്ലസ് 1 ആണ്. അപ്പോൾ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ പ്ലസ് 1 ഡി ഇസഡിൻ്റെ വാല്യൂ എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് എന്നുള്ളതാണ്. അപ്പം എൻ ഫാക്ടോറിയൽ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് 1 ബൈ എൻ ഫാക്ടോറിയൽ. അപ്പോൾ എഫ് ഇസഡ് എഫ് എൻ ഓഫ് ഇസഡ് കണ്ടുപിടിച്ചു. എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് 0 ആണ്. അപ്പോൾ അത് കൊടുക്കുമ്പം നമുക്ക് ആൻസർ കിട്ടും. ഇനി ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. Integrate the following functions counterclockwise around the unit circle first one, sin h2z divided by z raised to 4. B, z square divided by 2z minus 1 all raised to 3. C, tan z divided by z minus pi by 4 all raised to 3. അപ്പം നമുക്ക് 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് അറൗണ്ട് ദ യൂണിറ്റ് സർക്കിളാണ്. അപ്പോൾ യൂണിറ്റ് സർക്കിൾ ആകുമ്പം ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആണ് സെൻറ്റർ വരുന്നത്, റേഡിയസ് 1 ഉള്ള സർക്കിളാണ്. അപ്പോൾ ആദ്യത്തേതിൻ്റെ അത് നോക്കി നമുക്ക് അതിന് ഇസഡ് മൈനസ് 0 റേസ് ടു 4. അപ്പോൾ 0 എന്ന് പറയുന്ന ഈ സർക്കിളിനകത്തെ പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് നമുക്ക് ഇസഡ് റേസ് ടു 4 വരുമ്പം നമുക്ക് എഫിൻ്റെ തേർഡ് സൈൻ എച്ച് 2z നമ്മൾ സൈൻ എച്ച് 2z ഡിഫറൻഷ്യബിൾ ആണ്, അനലിറ്റിക് ഫംഗ്ഷനാണ്. സൈൻ എച്ച് 2z എഫ് ഓഫ് ഇസഡായിട്ട് എടുത്തിട്ട് f3' ഓഫ് ഇസഡിൻ്റെ വാല്യൂ വേണം ചെയ്യാനായിട്ട്. ഇവിടെ 2z മൈനസ് 1 ഓൾ റേസ് ടു 3 ആണ്. ഒരു 2 നമ്മൾ ഇതിന് പുറത്തോട്ട് എടുക്കുവാണെങ്കിൽ 2 ക്യൂബ്, അതായത് ഇസഡ് സ്ക്വയർ ബൈ 8 ഇൻറ്റു ഇസഡ് മൈനസ് 1 ബൈ 2 ഓൾ റേസ് ടു ക്യൂബ്. ഇവിടുന്ന് ഒരു 2 പുറത്തെടുത്താൽ ഇസഡ് മൈനസ് 1 ബൈ 2 ഓൾ ക്യൂബാണ്. 2 ക്യൂബാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇസഡ് സ്ക്വയർ ബൈ 8 ഇൻറ്റു ഇസഡ് മൈനസ് 1 ബൈ 2 ഓൾ റേസ് ടു 3 ബൈ 2. ഇസഡ് മൈനസ് 1 ബൈ 2 എന്ന് പറയുന്ന ഈ സർക്കിളിൻ്റെ അകത്തെ പോയിൻ്റാണ്. അടുത്തത് ടാൻ ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് പൈ ബൈ 4 റേസ് ടു 3 ആണ്. നമുക്കറിയാം ടാൻ ഇസഡ് അനലിറ്റിക് അല്ലാത്തത് ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 ആണ്. പക്ഷേ യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് പൈ ബൈ 2 1.57 ആയതുകൊണ്ട് ടാൻ ഇസഡ് അനലിറ്റിക് അല്ലാത്ത പോയിന്റ് സർക്കിളിൻ്റെ പുറത്താണ്. പിന്നെ പൈ ബൈ 4 എന്ന് പറയുന്നത് 1-നേക്കാളും കുറവ്, പൈ ബൈ 4 സർക്കിളിൻ്റെ അകത്തുമാണ് വരുന്നത്. അപ്പോൾ ഇത് 3 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ പഠിച്ച ഡെറിവേറ്റീവിൻ്റെ ഫോർമുല വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആൻസറും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇതിൻ്റേത് 8πi/3 ആണ്. ഇത് πi/4 ആണ്. ഇതിൻ്റേത് 4πi. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് കൂടെ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.